ഇടം പിടിച്ച് കൊളച്ചേരി വിസ്മയ കാഴ്ചകളൊരുക്കി പാടിക്കുന്നിലെ ഏബിൾ വില്ലേജ് ജനുവരി 16-ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കും. ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച് കൊളച്ചേരി പുത്തൻ വിസ്മയ കാഴ്ചകളൊരുക്കി പാടിക്കുന്നിൽ ഏബിൾ വില്ലേജ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കുള്ള പാർക്ക്, അഡ്വഞ്ചർ കേവ്, ബേർഡ് ഫീഡിംഗ്, അണ്ടർ വാട്ടർ ടണൽ, ഹോഴ്സ് റൈഡിംഗ്, ഫിഷ് ഫീഡിംഗ്, നഴ്സറി, ഗാർഡൻ, ക്യാമൽ സഫാരി, പെറ്റ് വില്ലേജ് തുടങ്ങി വൈവിധ്യങ്ങളായ ആകർഷണങ്ങളാണ് ഏബിൾ വില്ലേജിൽ ഒരുക്കിയിരിക്കുന്നത്. പാടിക്കുന്നിന്റെ താഴ്വാരത്ത് പാടിയിൽ പ്രദേശത്താണ് ആകർഷകമായ ഏബിൾ വില്ലേജ് സജ്ജമാക്കിയിരിക്കുന്നത്. ക്ഷീര കർഷക അവാർഡ് ജേതാവും വ്യവസായിയുമായ കെ പ്രതീഷിന്റെ ഉടമസ്ഥതയിലാണ് 15 ഏക്കർ സ്ഥലത്ത് പ്രകൃതിയോടിണങ്ങി ഏബിൾ വില്ലേജ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ജലസ്രോതസ്സുകൾ നിലനിർത്തിക്കൊണ്ട് നിർമ്മിതികളിൽ ചെങ്കല്ലുകളും മറ്റും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സഞ്ചാരികൾക്ക് മികച്ച അനുഭവം നൽകാൻ ഏബിൾ വില്ലേജിന് കഴിയുമെന്ന് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. പാടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ചരിത്രം നമുക്കറിയാം. കർഷക സമരങ്ങളുടെ പോരാട്ടത്തിൽ തൊടുത്ത ആ ഒരു മണ്ണിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം. അതിനപ്പുറം ഏറ്റവും അനുഗ്രഹീതമായിട്ട് പാടി തീർത്ഥം ഇതിന്റെ ഹൃദയഭാഗത്ത് കൂടിയാണ് അതിനെ കഴിഞ്ഞത്. അത് ഒഴുകുന്നതൊന്നും ഏറ്റവും അനുഗ്രഹീതമായൊരു ഭൂമി തന്നെയാണിത്. ഇവിടെ ഈ ഇങ്ങനൊരു സ്ഥലം എടുത്തു കഴിഞ്ഞപ്പോൾ ശ്രീ കെ പ്രതീഷിന്റെ പ്രൊപ്പറേറ്ററും മാനേജിംഗ് ഡയറക്ടറുമായിരിക്കുന്ന ശ്രീ കെ പ്രതീഷിന്റെ മനസ്സിൽ തുടക്കത്തിൽ ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കണമെന്നുള്ള മനസ്സിലാക്കി ആഗ്രഹിക്കുകയും ഇതിന്റെ തുടക്കം എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ ക്ഷീരവികസന ഓഫീസറായിരുന്ന കാലഘട്ടത്തിൽ ഒരു ഡയറി ഫാം കൊണ്ടാണ് തുടങ്ങുന്നത്. ഏറ്റവും മുഴുവശമായിട്ട് ഒരു ഡയറി ഫാം, 20 പശുക്കളുടെ ഒരു ഡയറി ഫാമാണ്. ഇതിന്റെ ഈ പ്രകൃതി രമണീയമായ ഈ ഭൂമിയിൽ ഇത്തരം ഒരു സംരംഭത്തിന് സ്വപ്നം തുല്യമായ ഒരു സംരംഭം ആരംഭിക്കണമെന്നാണ് ആലോചിച്ചത്. നിരവധി ചർച്ചകൾ നടത്തി. മാംഗോ മിഡേഴ്സ് പോലെയുള്ള കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിലുള്ള മാംഗോ മിഡേഴ്സ് പോലെയുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ തീം പാർക്ക്, അതുപോലെ അങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ച് മനസ്സിലാക്കി അതിന്റെ സാധ്യതകളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് നമ്മൾ രൂപകൽപ്പന ചെയ്തത്. ഏറ്റവും പ്രധാനമായിട്ട് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലും നമുക്ക് വടക്കൻ മേഖലയിൽ നമുക്ക് ഇത്തരം ഒരു സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും ഏറ്റവും കുറഞ്ഞ ചെലവിൽ തന്നെ ഒന്ന് ഇവിടെ ഉല്ലസിക്കാനും അവർക്ക് സായാഹ്നങ്ങളും ഒക്കെ നന്നായി ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അഡ്വഞ്ചർ കേവാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്ന്. പേടിപ്പെടുത്തുന്നതും നിഗൂഢതകൾ നിറഞ്ഞതുമായ ഗുഹയ്ക്ക് പിന്നിലെ കരവിരുത് നാറാത്ത് സ്വദേശിയായ ശ്രീദീപിൻ്റെതാണ്. പാമ്പുകൾ, എലികൾ, മുയലുകൾ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വിവിധ തരം പക്ഷികൾ എന്നിവയും ഇവിടെയുണ്ട്. സ്കൂളുകൾക്കും കുടുംബശ്രീ പോലുള്ള സംരംഭങ്ങൾക്കും പ്രത്യേക ടൂർ പാക്കേജാണ് ഇവിടെ ഒരുക്കുന്നത്. ഫുഡ് കോർട്ടും ഒരുങ്ങുന്നുണ്ട്. പഴം, പച്ചക്കറി കൃഷി, ഡയറി ഫാമിംഗ് എന്നിവയും ഏബിൾ വില്ലേജിലുണ്ട്. ഇവിടുത്തെ കുളത്തിൽ നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിച്ച് ഇവിടെ നിന്ന് തന്നെ ഭക്ഷണമുണ്ടാക്കാനുള്ള സംവിധാനവും ഉടൻ ഒരുങ്ങും. ജനുവരി 16 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാരേഖ, പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഏബിൾ വില്ലേജിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പ്രശസ്ത നടി ശ്വേത മേനോൻ വിശിഷ്ടാതിഥിയാകും. KV സുമേഷ് MLA അധ്യക്ഷത വഹിക്കും. ബേബി ഷിയ പ്രാർത്ഥന നടത്തും. മുൻ ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ കൊട്ടാരം ജയരാമൻ നമ്പൂതിരി അനുഗ്രഹ ഭാഷണം നടത്തും. ശിവദാസൻ CP, കോടിപ്പോയിൽ മുസ്തഫ, ശ്രീധരൻ സംഘമിത്ര, TK ഗോവിന്ദൻ മാസ്റ്റർ, ദേവസ്യ മേച്ചേരി, പ്രഭാത് DV, KC ശ്രീനിവാസൻ തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളാകും. ശിവദാസൻ CP, KC ബിജുമോൻ, T കമലാക്ഷൻ, PP രാമചന്ദ്രൻ, ശ്രീദീപ് V, ഷീബ സന്തോഷ്, അസീസ് കണ്ടന്നൂർ, അനീഷ് കോട്ടായി എന്നിവരെ പരിപാടിയിൽ വെച്ച് ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ കെ പ്രതീഷ്, MV ജയൻ, പ്രൊജക്ട് കോർഡിനേറ്റർമാരായ ശിവദാസൻ CP, വിനോദ് കണ്ടക്കൈ, KC ബിജുമോൻ, അനിൽ ഒഡേസ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊളച്ചേരി.